നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. അഡീനിയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അഡീനിയത്തിൽ ഈ മഴക്കാലത്ത് നമുക്ക് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ചീച്ചൽ, ഇല ചീഞ്ഞു പോവുക, അതേപോലെ കോഡക്സ് അഴുകി പോവുക, അങ്ങനത്തെ പ്രശ്നം. അതൊക്കെ സോൾവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതൊന്ന് പോട്ടിംഗ് മിക്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, വെറും ചകിരിച്ചോറിൽ വെക്കുന്നതിന് പകരം ഞങ്ങൾ ചെയ്യുന്നത് നല്ല തരിയുള്ള ചുവന്ന മണ്ണും മറ്റു വളങ്ങളും കൂട്ടിയിട്ട് നല്ല ഹാർഡാക്കി ടൈറ്റ് ചെയ്ത് വെക്കണം, ഒന്നാമത്തെ. രണ്ടാമത്തത്, ആവശ്യമാണെങ്കിൽ മഴക്കാലത്ത് 1-2 മഴ കൊണ്ടതിന് ശേഷം ഫംഗൽ ഇൻഫെക്ഷനുള്ള സാഫോ, മാംഗോ സെബ് M45 എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ മരുന്നോ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കൃത്യമായി ഒക്കെ ചെയ്യുക. പിന്നെ വരുന്ന ഒരു പ്രശ്നം ഇല കൊഴിച്ചിലാണ്. ഇല കൊഴിച്ചിൽ രണ്ട് രീതിയിൽ: മഞ്ഞ കളർ, ലൈറ്റായിട്ട് മഞ്ഞ കളറായിട്ട്, നല്ല ബലമുള്ള ഉണക്ക ഇലയല്ല, ബലമുള്ള ഇലകൾ തന്നെ മഞ്ഞ കളറാവുകയും ഇല കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത്, എക്സസ് ആയിട്ട് വെള്ളം ചെടിയിൽ നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലാവുമ്പോൾ, ഈ രണ്ട് സമയം കൂടി വരുമ്പോൾ, അതായത് ചെടി വെള്ളം കൂടുതൽ വലിച്ചെടുക്കുകയും അന്തരീക്ഷത്തിൽ കൂടുതൽ ജലാംശമുള്ള നിൽക്കുന്ന സമയത്തും ചെടി സ്വാഭാവികമായും ഇലയെല്ലാം കൊഴിയും. മഞ്ഞ കളറൊക്കെ ഉള്ള ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. യാതൊരു പേടിയും വേണ്ട, അത് മെല്ലെ കയറി. ആ സമയത്ത് ഫംഗൽ ബാധ, ഈ ഇല കൊഴിഞ്ഞ് ഇതിൻ്റെ കടക്കിൽ തന്നെ വീണ് കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്നത് അത് പൂപ്പലായിട്ട് മാറും, അല്ലെങ്കിൽ ഫംഗസ് ആയിട്ട് മാറും. ഇത് ചിലപ്പോൾ കേടാവും. അപ്പോൾ അതിന് ആ സമയത്ത് ഇല, ഇതിൽ വീണ് കിടക്കുന്ന ഇലകളെല്ലാം എടുത്ത് കളഞ്ഞതിൻ്റെ ശേഷം ചെടിക്ക് ഫംഗൽ മരുന്ന്, സാഫ് ഏതെങ്കിലും അടിച്ചു, സാഫോ അല്ല കുറേ മരുന്നുകളുണ്ട് കേട്ടോ അതിനൊക്കെ, അത് ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതാണ് പ്രധാനമായി ചെയ്യുന്നത്. പിന്നെ മഞ്ഞ കളറാവുന്നത് നമുക്കറിയാം, ഡോട്ടായിട്ട് വന്നിട്ട്, ചെറിയ കുത്തു വന്നിട്ട് മഞ്ഞ കളറായിട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും കീടങ്ങൾ, സ്പൈഡർ മൈറ്റ്സോ മറ്റേതെങ്കിലും കീടങ്ങൾ ഇതിൻ്റെ നീര് സക്ക് ചെയ്ത് എടുത്താലും മഞ്ഞ കളറാവും. അത് കണ്ടാൽ തിരിച്ചറിയാം. ഒരു ചെറിയ ഡോട്ടുകളായിട്ടാണ് ആദ്യം വരിക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പെസ്റ്റിസൈഡ് നമുക്ക് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാധാരണ വേപ്പെണ്ണ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അടുത്തതായി കാണുന്ന ഒരു പ്രധാന കാര്യമാണ് ബട്ടർഫ്ലൈൻ്റെ കാറ്റർപില്ലറുകളുടെ പ്രവർത്തനം. അവർ ഈ മഴ കഴിഞ്ഞ സമയത്ത്, പിന്നെ ഈ മഴക്കാലത്ത് ചെടികളൊക്കെ പൂത്തു തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ ശലഭങ്ങളും വന്ന് അതാത് ലാർവ സസ്യങ്ങളുടെ മേലെ മുട്ടയിട്ട് പ്യൂപ്പയായി, അല്ലെങ്കിൽ കാറ്റർപില്ലറായി, പ്യൂപ്പയായി, ബട്ടർഫ്ലൈ ആയി പോകും. ഇന്നലെ ഞാനൊരു ഇത് കണ്ടത്, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആ സമയത്ത് ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല. മഞ്ഞ പാപ്പാത്തി പറഞ്ഞാൽ മഞ്ഞ ശലഭമുണ്ട്, ചിത്രശലഭം. അത് വന്നിട്ട്, അത് മാത്രമല്ല കേട്ടോ, കുറേ ശലഭങ്ങൾ വരാറുണ്ട്. ഈ ശലഭം വന്നിട്ട് നമ്മളെ ചെടിയുടെ മേലെ, അഡീനിയത്തിൻ്റെ മേലെ പാറിക്കളിക്കുക. 1-2 ചെടിയുടെ മേലെ മാറി. ഞാൻ അതിനെ വെറുതെ ഒന്നിങ്ങനെ കൈകൊണ്ട് ആട്ടിക്കൊടുത്തു. പക്ഷെ അത് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ ചെടിയുടെ മേലെ തന്നെ ചുറ്റിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അതിൽ ചെറിയ മുട്ടകളുണ്ടായിരുന്നു. ആ മുട്ടകൾ അവിടെ കാണുന്ന അതേ സമയത്ത് തന്നെ ഇന്ന് രാവിലെ ഞാൻ ആദ്യം പോയത് ചെടികളുടെ അടുത്തേക്കാണ്. ആ ചെടികളുടെ അടുത്ത് പോകുമ്പോൾ പുഴു തിന്ന് അതിൻ്റെ കാഷ്ടങ്ങൾ വീണ് കിടക്കുന്നത് കൊണ്ടു. അപ്പോൾ ഏകദേശം മനസ്സിലായി, നിറയെ ഈ മൊണാർക്ക് ബട്ടർഫ്ലൈയുടെയും പിന്നെ മഞ്ഞപ്പാപ്പാത്തിയും പിന്നെ നാരക കളി പോലത്തെ പല ശലഭങ്ങളുടെയും പൂമ്പാറ്റകൾ അവിടെ വന്ന് മുട്ട ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് സാധാരണ ഈ കാറ്റർപില്ലറിൻ്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുഴുവിനുള്ള ഏതെങ്കിലും ഒരു മരുന്ന് മേടിച്ച് അടിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുക. കുറച്ച് ചെടിയൊക്കെയുള്ളവർ മുഴുവൻ ഇല തിന്നൂട്ടാ. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും നാമ്പിലകളുടെ മേലെയാണ് ഇവ മുട്ടയിടുക. കാരണം ഈ ശലഭങ്ങൾക്ക് തന്നെ അറിയാം, മൂപ്പ് കൂടിയ ഇലകളുടെ മേലെ മുട്ടയിട്ടാൽ അത് കൊഴിഞ്ഞു പോകുന്നറിയാം. അതുകൊണ്ട് ബുദ്ധിയുള്ള ശലഭങ്ങൾ ഏറ്റവും തലപ്പത്താ മുട്ടയിടും, ഏറ്റവും നാമ്പലകളുടെ മേലെ മുട്ടയിടും. അവിടെ മുട്ട വിരിഞ്ഞ് ആ നാമ്പലകൾ തിന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സഞ്ചരിക്കാനുള്ള കഴിവ്, നീങ്ങാനുള്ള മൂവ് ചെയ്യാനുള്ള കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റിലകളും തിന്നാൻ തുടങ്ങും. അങ്ങനെ മുട്ട തിന്നും, ഇല തിന്നും, ചെടി ഒരുവിധാക്കും. അപ്പം ഞാൻ ശലഭോദ്യാനം നിർമ്മിക്കുന്ന ഒരാളാണ്. സ്കൂളുകളിലൊക്കെ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ നിർമ്മിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ ബട്ടർഫ്ലൈൻ്റെ കാറ്റർപില്ലറുകൾ അല്ലെങ്കിൽ പുഴുവിനെ കൊല്ലാൻ തോന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ, അങ്ങനെ വലിയ പുഴുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും 1-2 ചെടികളുടെ മേലേക്ക് മാറ്റി വയ്ക്കും. അവർ അതിൻ്റെ നിറയെ ഇലകളുള്ള അഡീനിയത്തിലേക്ക് വയ്ക്കും. കുറേ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ സൗകര്യത്തിന് ചെയ്യുക. അങ്ങനെ ഈ കാറ്റർപില്ലറുകൾ ആ ചെടിയിലത്തെ ഇല മുഴുവൻ തിന്നു തീർത്താലും ചെടിക്ക് കേടുവരുത്തുന്നില്ല, ഇല മുഴുവൻ തിന്നു തീർക്കുള്ളൂ.
ആ സമയത്ത് ബാക്കി ചെടികളെ നമുക്ക് രക്ഷപ്പെടുത്താം. പക്ഷേ ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. മുട്ട വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പുഴുവായിട്ട് കാണുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മെല്ലെ ഇലയോട് കൂടി പൊട്ടിച്ചൊരു ചെടിയിലേക്ക് വെക്കാൻ പറ്റൂ. അപ്പോൾ ആ പുഴു തിന്ന ഇലകളും അതൊക്കെ കാണിച്ചു തരാം. നിങ്ങളുടെ ചെടികളിലും ഇങ്ങനത്തെ കാറ്റർപില്ലറിൻ്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ നിങ്ങളതിനെ കൊല്ലണ്ട. അതിനെ മെല്ലെ എടുത്തിട്ട് സിനിമയിൽ പറയണ പോലെ കൊല്ലണ്ടെന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് പറയണ പോലെ മെല്ലെ അതെടുത്ത് വേറെ ഏതെങ്കിലും ഒരു ചെടിയുടെ മേലെങ്കിലും കൊണ്ടുവയ്ക്കുക. ശലഭങ്ങൾ തിന്നുന്ന കുറേ ചെടികളുണ്ട് ഇല തിന്നുന്നത്, അവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഈ കാറ്റർപില്ലറുകൾ ഇവിടെ വന്ന് കൂടുതൽ പൂമ്പാറ്റയായി തിരിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് പോളിനേഷനും എളുപ്പമാണ്. അപ്പോൾ ഈ പുഴുവിനെ അങ്ങനെ കൊല്ലാൻ ഞാൻ പറയില്ല, നിങ്ങൾ മറ്റൊരു രീതിയിലേക്ക് അതിനെ മാറ്റുക. അപ്പോൾ നിങ്ങളുടെ അഡീനിയം ചെടിയിൽ ഇങ്ങനത്തെ മറ്റേതെങ്കിലും പുഴുവിൻ്റെ ഇല തിന്നുന്ന പുഴുവിൻ്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പെസ്റ്റിസൈഡ് വല്ലപ്പോഴും അടിക്കാം. ശലഭങ്ങൾ നിങ്ങൾ ചെടികളുടെ അടുത്ത് കാണുകയാണെങ്കിൽ ഉറപ്പിക്കാം ശലഭങ്ങൾ അവിടെ മുട്ടിട്ടുണ്ട്. ശലഭങ്ങളുടെ ഏറ്റവും നല്ല ഒരു ലാർവ സസ്യം കൂടിയാണ് അഡീനിയ കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്കൂളുകളിൽ ശലഭോദ്യാനം ചെയ്തു കൊടുക്കുമ്പോൾ നിർബന്ധമായും 1-2 അഡീനിയം കൂടി ആ സ്കൂളിൽ വെച്ച് കൊടുക്കും. അതിൻ്റെ കാരണം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്, പ്രത്യേകിച്ച് അധ്യാപകരുടെ അടുത്തേക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുക. അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, കമൻറ്റ് ചെയ്യാൻ പറയുക. എന്താണ് കാരണം വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോയിലും ഓരോ പുതിയ അറിവ് നിങ്ങൾക്ക് പകർന്നു കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ബട്ടർഫ്ലൈ ഗാർഡനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വാസത്തോടെ. കാറ്റർപില്ലറുകളുടെ അറ്റാക്കാണ്, ശലഭപ്പുഴുക്കൾ ഇതിൽ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ തൽക്കാലം നോക്കിയിട്ട് കാണുന്നില്ല. അതിൻ്റെ കാഷ്ടമൊക്കെ കാണും നിറയെ ഇലയിൽ. പിന്നെന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഇല കുറച്ച് തിന്നാലും നമുക്ക് ആ ശലഭങ്ങൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ടാവും. അതാണ് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത എന്താ പറയുക, എത്രയും അധികം ചെടികളുള്ളതുകൊണ്ട് ഒരു ചെടിയിൽ അറ്റാക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല.